ഹലോ, എല്ലാവർക്കും ഒരു കുട്ടി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് വല്ലാത്ത ടാസ്ക് പിടിച്ചൊരു ദിവസമാണ് ഗൈസ്. എന്താണ് ഇത്ര വലിയ ടാസ്ക് എന്നല്ലേ? കൈ കണ്ടോ? ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുത്തിയതാണ്. ഇപ്പം കടുന്നൽ കുത്തിയൊരവസ്ഥയാണ്, ഒന്നായിട്ട് വീങ്ങിയിട്ടുണ്ട്. ഈ കൈയും വെച്ചിട്ട് വേണം ഗൈസ് ഇന്നത്തെ എല്ലാ പരിപാടികളും ചെയ്യാൻ വേണ്ടിയിട്ട്. അറിയാലോ, നോമ്പാണ്. ഞാൻ നോമ്പെടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഹോസ്പിറ്റലൊക്കെ ആയതുകൊണ്ട് പിന്നെ ഡോക്ടറും പറഞ്ഞ് എടുക്കരുത് എന്ന് പറഞ്ഞ് മൈഗ്രെയിന് കാണിച്ച ഡോക്ടർ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് നോമ്പെടുക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പം ഞാൻ പിള്ളേർ വീട്ടിലുണ്ടല്ലോ, അവർ നിൽക്കൊള്ള നമ്മളെങ്ങനെയാ ഭക്ഷണം കഴിക്കുകയെന്ന് കരുതിയിട്ടായിരുന്നു. പക്ഷേ അതെനിക്ക് പണിയായി. അപ്പം ഞാൻ ഹോസ്പിറ്റലിലുള്ള വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ താഴെ കുറേ കമൻറ്റുകൾ വന്നു, എനിക്കും മൈഗ്രെയിൻ ഉണ്ട് എന്നിട്ട് ഞാൻ നോമ്പെടുക്കുന്നുണ്ട് എന്ന്. എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ലല്ലോ, അത് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. ഇപ്പം ഒറ്റ കാര്യം പറയാം, എൻ്റെ വാപ്പയല്ലല്ലോ നിങ്ങളുടെ വാപ്പ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം തരാൻ പറ്റുമോ? അതുപോലാണ് എല്ലാവരുടെ അസുഖങ്ങളും. ആ മൈഗ്രെയിൻ എന്ന് പറയുന്നത് പല രൂപത്തിലും ഭാവത്തിലുമാണ് പലർക്കും വരാറ്. അപ്പം എൻ്റേത് നാളെ ഇക്രയിൽ കാണിച്ച സമയത്ത് ENT കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ എന്തോ വേഷം മാറിയ മൈഗ്രെയിൻ ആണെന്ന്. കാരണം എനിക്ക് മൈഗ്രെയിൻ വന്നാൽ ചില ആൾക്കാരെ പറ്റുന്നില്ല. ചില ആൾക്കാർ എന്ന് പറയേണ്ട അരുണിനെ പറ്റുന്നില്ല, അരുണ് ഭക്ഷണം എൻ്റെ മുമ്പിൽ നിന്ന് കഴിക്കരുത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ എൻ്റെ മകൻ സംസാരിക്കാൻ പാടില്ല. മകൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇവിടുന്ന് മിണ്ടാനും പറ്റൂലേ എന്ന് ചോദിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ഒരവസ്ഥയാണ്. അപ്പം പലർക്കും മൈഗ്രെയിൻ്റെ സൗണ്ട് കേൾക്കാനൊന്നും പറ്റൂല എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ പലരും അങ്ങനെ മെസ്സേജ് ചെയ്തത് കൊണ്ട് അതിനൊരു മറുപടി ആയിട്ട് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ കുളിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ഫോട്ടോ ഉണ്ട് ഫ്രെയിം ചെയ്ത് കൊറിയർ ചെയ്യാൻ. അപ്പോൾ 2 എണ്ണം ഇന്നലെ ഞാൻ ഫ്രെയിം ചെയ്തു, ഇനി 2 എണ്ണം കൂടി ഉണ്ട് ഫ്രെയിം ചെയ്യാൻ. അപ്പോൾ ഇന്നലെ അത് ഉണങ്ങാത്തത് കൊണ്ടായിരുന്നു, അല്ലെങ്കിൽ അരുണും കൂടി ഹെൽപ്പ് ചെയ്യായിരുന്നു എനിക്ക് ഫ്രെയിം ചെയ്യാൻ. പക്ഷേ ഇതായി കൈ വെച്ചിട്ട് എങ്ങനെയാണ് ഞാനിത് ഫ്രെയിം ചെയ്യാമെന്നറിയില്ല. ഇന്ന് കൊറിയർ ചെയ്ത് പോകേണ്ടതാണ്. എങ്ങനെയാണ് ഞാൻ വാഹനം ഓടിക്കുക എന്നറിയില്ല, എങ്ങനെയാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുക എന്നറിയില്ല. കൈ ഭയങ്കര വേദന, ഞാൻ പറഞ്ഞില്ല കടുന്നൽ കുത്തിയൊരവസ്ഥയാണ്. അപ്പോൾ അതാണ്. അപ്പം എല്ലാം ഞാൻ ഇതൊക്കെ ഒന്ന് ഫ്രെയിം ചെയ്ത് കൊറിയർ ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ ഇന്നലെ ഒന്നും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല, കാരണം പറ്റ കിടത്തത്തില്ലായിരുന്നു. അപ്പം ചിലരിപ്പം ഇതിൻ്റെ താഴെ കമൻ്റ് ഇടും, ഞാൻ നോമ്പെടുത്തത് പഠിച്ചോന്ന് ഇഷ്ടമായില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ, അല്ലാതെ ഇപ്പം എന്ത് പറയാനാണ്. അപ്പം ഞാൻ മെല്ലെ അത് ഫ്രെയിം ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് കേട്ടോ. ഇന്ന് കൊറിയർ ചെയ്യാനുള്ള ഫോട്ടോ ഇത്രയാട്ടോ കൊറിയർ ചെയ്യാനുള്ളത്. ഗിയർ മാറ്റിക്കൂടെ ഗൈസ്, കൈ കണ്ടില്ലേ? പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പോഴാ വിചാരിക്കുന്നത് ഓട്ടോമാറ്റിക് ആവണ്ടീനു എന്നുള്ളത്. ഗിയർ മാറ്റുന്ന സമയത്ത് എന്തൊരു വേദനയാണെന്നറിയോ? അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അവരെന്തെങ്കിലും ഓയിൽമെൻ്റ് അങ്ങാൻ വെച്ചിരും, പക്ഷെ കയറാൻ മടിയാവുക. എന്താ കാണിക്കാന്നറിയില്ല ഗൈസ്. എനിക്ക് പൊതുവെ ഞരമ്പ് കിട്ടൂല കേട്ടോ. എനിക്ക് മാത്രമല്ല, ഞാൻ സിസ്റ്ററുടെ അടുത്ത് പറയുകയും ചെയ്തു. എൻ്റെ മൂത്ത സഹോദരി, അവൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അവൾ പറയലുണ്ട്, കുത്തി കുത്തി പണിയാക്കി ഐറ്റുകളെന്ന്. അതേപോലെ എങ്ങനെ നോക്കിയാലും എനിക്ക് വെയിൻ കിട്ടൂല. അപ്പോൾ എന്തൊക്കെയോ കളിച്ചിട്ടാണ് ഒരു വെയിൻ എടുത്ത് വരൽ. അപ്പം അങ്ങനെയാണ്. കണ്ടില്ലേതാ? കാണുന്നില്ലേ? കടന്നൽ കുത്തിൻ്റെ അതിലുണ്ട്. അപ്പോൾ ഗൈസ് എന്നാൽ ശരി ട്ടോ, ടാറ്റാ. ഫോട്ടോ അതാ അവൻ കൊണ്ട് കൊടുക്കുക, എനിക്ക് മടിയായിട്ട്. അങ്ങനെ ഫോട്ടോ കൊറിയർ ചെയ്തു. ഇനി എനിക്ക് കുറച്ച് പെയിൻറ് വാങ്ങാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നായിട്ട് പോയിട്ട് ഇവിടെ സണ്ണിൽ നിന്ന് എടുക്കാമെന്ന്. ഇപ്പം തൽക്കാലം കുറച്ച് മതി. അപ്പോൾ ഇവിടെ ഒരു
പെയിൻറ് കിട്ടുന്ന ഷോപ്പുണ്ട്, അവിടെ കയറി നോക്കണം. നമ്മൾ ശ്രീദേവിന്ന് വാങ്ങടാ. അപ്പോൾ അത് വാങ്ങണം, പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അങ്ങനെ എല്ലാവിടെയാണ് ഇനി പെയിൻറ്റിൻ്റെ ഷോപ്പിലേക്ക് ഇട്ടാ. മോളുണ്ട്. ഞാൻ മക്കളെ കണ്ടില്ലേ. നമുക്ക് ഇഷ്ടം കൈ കൊണ്ടാണ് തേച്ച് കൊടുക്കണം. നല്ലോണം ഇങ്ങനെ ഒറ്റ കുത്തിന് കിട്ടിയേക്ക് പെട്ടെന്ന് ഇഞ്ചക്ഷനും കഴിഞ്ഞേക്ക്. ഇവിടെയൊക്കെ നിറത്തി അങ്ങ് തേച്ച് കൊടുക്കും. അത് ടൈറ്റ് ആകും. ഇവിടെ വീക്കണ്ടോ? എവിടെയാ വെയിനുള്ളടുത്ത്? ഇല്ല, വീക്കണ്ടില്ല. ഇവിടേക്കുണ്ട്. ഉണ്ട്. ആ വളേന്റെ അവിടെ ഇവിടം വരെ ഉണ്ട്. വള ടൈറ്റ് ആണോ? ടൈറ്റ് അല്ല. ഒരു ജാതി പശ പോലത്തെ സാധനം വേണ്ടോ? ഓ, ഇത് ജസ്റ്റ് ഒരു ബാൻഡേജ് ചുറ്റി കൊടുക്കും. ഞാൻ വണ്ടി ഓടിച്ചാ വന്നില്ലല്ലോ. അങ്ങനെ ഗൈസ് കൈ ഒന്ന് കാണിച്ചോലെ ഓയിൽമെന്റ് വെച്ച് കെട്ടിക്ക്. ഇനി എത്ര ആള് കമന്റ് ഇടും, പടച്ചോന് ഇഷ്ടപ്പെട്ടില്ല ഞാൻ നോമ്പെടുത്തത് എന്നും പറഞ്ഞിട്ട്. ഏതായാലും കൈ ഇതാക്കി ഫസ്റ്റിലിട്ടിട്ട് പുറേ പോവാ. എന്നാ പിന്നെ കുഴപ്പമില്ല, എവിടെ ഗീറ് മാറ്റേണ്ട ഒരവസ്ഥ വരൂല. ഫസ്റ്റിലിട്ടും എല്ലാം അങ്ങ് പോവാന്ന് വിചാരിച്ചു. ഇനി ഇവിടെ ശ്രീദേവി സൂപ്പർ മാർക്കറ്റിൽ കയറണം. അയ്യോ 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 അയ്യോ, നല്ല പോയിട്ട് ശീലമില്ല, എന്താ ചെയ്യാന്ന് അറിയില്ല. അപ്പം എന്നാൽ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറട്ടെ കേട്ടോ ഗൈസ്. ഇവിടെ നിർത്താൻ സ്ഥലം ഉണ്ടല്ലേ, ഞാൻ വിചാരിച്ച സ്ഥലം ഉണ്ടാവില്ല. ഓക്കെ, ബാക്കി സാധനങ്ങൾ വാങ്ങട്ടെ. ടാറ്റാ. അതാ ഗൈസ് ഒരു നീകല് കണ്ടോ? നീൽ സാധനങ്ങളൊക്കെ മേടിച്ചു. മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. കൈ കെട്ടി ഗൈസ്. അപ്പോൾ ഇനി ചിക്കനോടുണ്ട് മേടിക്കാൻ. ഫുഡ് എങ്ങനെ വെക്കുമെന്നൊന്നും എനിക്കറിയൂല. ഞാൻ ഏതായാലും ഹാഫ് കുക്ക് ചപ്പാത്തി ഉണ്ടല്ലോ, അത് 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഈവൻ അഥവാ എനിക്ക് പറ്റിയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല വെച്ചാൽ ചപ്പാത്തി മാഞ്ചുടു എന്തെങ്കിലും കറിയാക്കി കൊടുത്താൽ മതിയല്ലോ. അപ്പം അങ്ങനെയാണ്. ഇനി ചിക്കൻ കൂടി മേടിക്കണം. എന്നാൽ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നാളെ കൊടുക്കേണ്ട ഫോട്ടോ ഉണ്ട്. വല്ലാത്ത പണിയായിപ്പോയി ഗൈസ് കിട്ടിയത്. ഏതായാലും റെഡിയാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു മാതിരി പശ പോലത്തെ ഒരു സാധനം കൈമ തേച്ച് ഭയങ്കര ഇറിറ്റേഷൻ. ഇത് അയച്ച് കുറച്ച് നേരത്തെ കഴിക്കരുത് നിനക്ക്, ഞാൻ പൊരലത്തെ അയച്ചിട്ടാളുന്നൊരവസ്ഥയാണെന്ന് തോന്നുന്നു. അമ്മാതിരി ഇറിറ്റേഷൻ. അപ്പം അങ്ങനെയാണ്. റോഡ് ഒന്നായിട്ട് ബ്ലോക്കാണ്. മറ്റേ സൈഡിൽ മറ്റേ കാന കയറി പൈപ്പ് ഇടുന്നു. അപ്പം ബ്ലോക്ക് ആയതുകൊണ്ട് നോക്കിയതാണ്. ഓക്കെ, ടാറ്റാ. അങ്ങനെ തിരിച്ചു വന്നു. പെയിൻറ് ചെയ്യാനിരുന്നു. ഒരു കൈ പോയാലും മറ്റേ കൈ ഉണ്ടല്ലോ, നമുക്ക് തോറ്റു കൊടുക്കൂല മച്ചാനെ ഞാൻ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യാനിരിക്കുകയാണ്. ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിക്കാം കേട്ടോ ഗൈസ്. കാരണം ഒരു 6 മാസം 8 മാസങ്ങൾക്കൊക്കെ മുമ്പ് അരുണിൻ്റെ വലത്തെ കൈ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പൊറാടിൻ്റെ മുകളിൽ ഒരു സ്ക്രാച്ച് വീണിട്ട് മറ്റേ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒറ്റക്കൈയും വെച്ചിട്ട് അവന് കാറും എടുത്തിട്ടോ ഒക്കെ പോകഴിഞ്ഞു. അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ഞാൻ എന്നിട്ട് ഇങ്ങനെ വിചാരിച്ചിട്ട് വലത്തെ കൈയാണ് ഗിയർ എടുത്ത കൈ കൊണ്ട് മാറ്റാം, പക്ഷേ എന്നാൽ പോലും സ്റ്റിയറിങ് പിടിക്കണമല്ലോ. അവൻ എങ്ങനെ അത് ഓടിച്ചു എന്നുള്ളത് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം. ഏതായാലും ഞാനിത് വർക്ക് ചെയ്യാൻ നോക്കട്ടെ. ഒരു കൈ മുടങ്ങിയാൽ അടുത്ത കൈ ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പം
വേഗം കമൻ്റ് ഇട്ടോളൂ. ദൈവം തന്ന പരീക്ഷണം കണക്കിന് തരുന്നുണ്ട് എന്നുള്ള കമൻറ്റുകൾ പോരട്ടെ. ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗ് ഇത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടമായിക്കെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോളിട്ടാ. അപ്പോൾ ടാറ്റാ.